ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ത്യൻ ടഫ് ആട്ടോൻ്റെ പുതിയൊരു കീടകാച്ചി വീഡിയോ അങ്ങോട്ട് ആയിട്ട്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ എന്താണ്, നമുക്കിന്ന് ജോലിയൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പം നമ്മൾ വീട്ടിൽ കുത്തി അങ്ങോട്ട് ഇരിക്കുക. ഷിൻചാൻ എവിടെയാണോ? നമുക്കെന്തായാലും ഷിൻചാനെ അങ്ങോട്ട് വിളിക്കാൻ കഴിയും. അവിടെ ഷിൻചാനെ ഇവിടെ ഷിൻചാൻ ഇപ്പോഴും കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു സമയം. പക്ഷെ എന്താണ് 10 മണി ആയിരിക്കുന്നു, എന്നിട്ടും ഷിൻചാൻ കിടന്ന് ഉറങ്ങാണ്. ഇങ്ങനെ ശരിയാവില്ല കേട്ടോ ആ ഷിൻചാൻ്റെ ഗതി. നമുക്കെന്തായാലും ആ ഷിൻചാനെ വിളിച്ച് നോക്കാം. എടാ ഷിൻചാനെ, ഈ വേഗം വാടാ. ഞാൻ പുറത്തു പോവാ. എന്തായാലും ഷിൻചാൻ വന്നിട്ടുണ്ട്. ഞാനൊന്ന് പുറത്ത് പോവാൻ നിൽക്കുന്നു. അന്നെ വിളിച്ചില്ലെങ്കിൽ ഈ മുട്ടനെ ഉറക്കാവും. മോനെയും കൂടി കൂട്ടോ. എന്തിനാണ് ഷിൻചാനെ, എന്തിനാണ് ഡോറേമോനെ കൂട്ടുന്നത്? ഓ ഞാൻ കൂട്ടാ, നീ വേഗം വണ്ടി കയറി. നിന്റെ ഇന്നാളത്തെ സ്വഭാവം ഞാൻ കാണിച്ച എൻ്റെ അമ്മ എന്താടാ കൂറ്റി. ഞാൻ പിന്നെ ബാക്കി ഉണ്ടാവില്ല. നമുക്ക് ഒന്നാണ് ഈ ഒരു വണ്ടി, ഈ ഒരു ഫ്രാങ്ക്ലിൻ്റെ കയ്യിൽ 2 ഉണ്ടായിരുന്നു, ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്. അപ്പോൾ ആ ഫ്രാങ്ക്ലിന് ഒന്നിക്കാന്നതാണ്. ഓ ഒരു ബിരുത്ത് ഷിൻചാനെ, ഞാനൊന്ന് പോട്ടെ. ഞാനൊന്ന് പോണതിന് മുമ്പേ കൊട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ കൂട്ടൂല കേട്ടോ. അല്ലാന്ന് ഓ എനിക്കറിയാം, ഞാനൊരു ഡ്രിഫ്റ്റ് അടിക്കാൻ നോക്കിയതാണ്. ഈയുടെ ഷിൻചാനെ എനിക്ക് ബോധമില്ലയോ? അണ്ണനാണ് ബോധമില്ലാത്ത. ഓ എന്തായാലും ഓക്കെ. ഷിൻചാനെ ഒന്ന് ഇറങ്ങടാ. ഒരു മിനിറ്റ് അണ്ണാ, ഞാൻ ഡോറേമോനെ വിളിക്കട്ടെ. എടാ ഡോറേമോനെ, എന്താ ചേക്കണ്ണേ? അണ്ണനെന്നെ വാങ്ങണമെന്നല്ല, എന്താണ് മഞ്ഞമനെ കണക്കാനും നമ്മയില്ല. ഷിൻചാനും ഇയ്യും കണക്കാണ്. ഷിൻചാനും ഇപ്പോൾ ഉറങ്ങാനും ഇയ്യും ഉറങ്ങാനും. നിങ്ങൾ രണ്ടാളും കണക്കാടാ. ചെറിയ കുട്ടികളല്ലേ, ഷിൻചാനെ. ആ എന്നെ എടാ വേഗം കേറ്. നമുക്കെന്തായാലും പോവാ. ഞാൻ പോയി എന്ത് കാട്ടാനാണ്? അയ്യോ സോറി സാറേ. ഇയ്യോടോ നീ ഇതിനൊന്നും ചെയ്യപ്പെടില്ലല്ലോ. അയ്യോ ഈ സാർമാരെ അടിക്കല്ലേ. ഷിൻചാനെ ഇത് രക്ഷിക്കടാ. എടോ എന്റെ പൊട്ട സാർമാരെ വിളിച്ചോണ്ടല്ലോ. എന്താണ് സ്റ്റാർ വേണ്ട. അപ്പൊ നമ്മളും കൂടി എന്തിനാ വർക്ക് ചെയ്തേക്കാം. ഷിൻചാനെ അയ്യോ ഭഗവാനേ, അമ്മച്ചി എന്നെ അടിക്കുന്നോടാ പൊട്ട കഴിവേറിന്റെ മക്കളെ. ഒറ്റൻ തട്ടിപ്പോയി. ഞാൻ ഒറ്റനും കൂടി ഉണ്ട്. നീ പോലീസല്ല, പിന്നെ നീ എന്തിനാ പോലീസിനെ വിളിക്കുന്നത്? അയ്യോ ഒറ്റൻ അത്തിട്ടുള്ളൂ. അപ്പയ്ക്കും എൻ്റെ ഒരു കുന്ത്രോണ്ടം. നമ്മക്ക് പോവാം, നമ്മക്കൊരു ലീവ്
പോലീസുകാർ വന്നു. ശരിയാവൂലാട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും വണ്ടി കയറി പോവാം അങ്ങോട്ട്. ഇത് കഷ്ടല്ലേ, നിങ്ങൾ വേഗം പോയി കയറടാ പിള്ളേരെ. നിങ്ങളൊന്നും വെയിറ്റ് ചെയ്യാൻ വയ്യട്ടോ. എന്തായാലും നമുക്ക് അല്ല ഷിൻചാനെ, നമുക്ക് എങ്ങോട്ട് പോവാ? ഇപ്പം നമുക്ക് എങ്ങോട്ട് പോവാണ്? അല്ല ഗായ്സ്, എൻ്റെ ഫോണിൽ ഓരോ വിളിക്കുന്നുണ്ടല്ലോ. നമുക്ക് നോക്കാം. മേരിടുന്നു, നമുക്ക് തിരിച്ചിട്ട് നോക്കാം. അങ്ങനെ എൻ്റെ ഫോണിൽ വിളിക്കുന്നേ ആരാ? എന്താ അവിടുത്തെ ഒരു പോലീസല്ലേ? ഹലോ പോലീസ്, നിങ്ങൾക്കൊന്നും ലീവില്ല? എടാ ഞങ്ങൾക്കൊന്നും ലീവില്ലടാ. ഒരു കാര്യം പോലീസ് സ്റ്റേഷനിലേക്ക് ഗോയ്സ്, അവിടുത്തെ ഏതോ ഒരു പോലീസുകാരന് എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ വേഗം പോലീസ് സ്റ്റേഷനിൽ പോട്ടെ. എന്താണ് പ്രശ്നം? ഒരു കാര്യമുണ്ട്. എന്താ ചത്തോ? ചത്തു. ഷിൻചാനെ, നീ വാചകടിയൊക്കെ നിർത്തിക്കൂടോ, ഒരു അത്യാവശ്യമുള്ള കാര്യമാണ്. എന്താണെങ്കിലും എന്നോട് പറ. നിന്നോട് പറഞ്ഞാൽ നീ പരിഹാരം ഉണ്ടാക്കി തരുമോ? ഞാൻ വേഗം പോട്ടെ. നിന്റെ കുസൃതിക്കൊന്നും നിൽക്കാൻ എനിക്കിപ്പോൾ ടൈമില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അത്യാവശ്യ കാര്യമുണ്ട്. എന്താണെന്ന് പറ. ഒരു മിനിറ്റ് ഷിൻചാനെ. എന്താണ് ഷിൻചാനെ, നീ എന്തിനും ഉള്ളില്? എനിക്ക് അത്യാവശ്യ കാര്യം ഉണ്ടായിട്ടാണ്. പറയാ പോരെ. എന്താ അറിയ കാര്യം? വീണ്ടും മറ്റേ വേനും ഇതൊക്കെ വന്ന് നമ്മുടെ സിറ്റി നശിപ്പിക്കാൻ പോവാണ്. അതിൻ്റെ ഫസ്റ്റ് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഞാൻ വേഗം പോയില്ലെങ്കിലേ പോലീസുകാരെ മൊത്തം അവര് കൊല്ലും. സിംഹത്തിനൊന്ന് ലീവ് ഉണ്ട്. സിംഹത്തിനും കൊല്ലും. അയ്യോ സിംഹത്തിനല്ലേ ബോധം കൊടുത്തിട്ടു എന്നാ തോന്നണ്. അയ്യോ സിംഹം റീസ്പോണായി പോവും. പണിപാളി. എടാ നിങ്ങളുടെ ഭാഗ്യം, ഇനി ഒരു കുഴപ്പമില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. എടാ വേഗം പോലെ ഫേന വന്നോ? ഫേന പോയോ? നമുക്ക് വേഗം പോവാം. ഫേന മരിച്ചല്ലേ? സാർമാന്റെ എന്താ പറ്റി സാർമാന്റെ? സിംഹത്തിന് എന്താ പറ്റി? സിംഹത്തിനെ അവൻ കൊന്നു കളഞ്ഞു. ആര്? വേറെ ആര്? ഇങ്ങോട്ട് വന്ന ലാവാമേനോ? അതെ, നീ പറഞ്ഞിരുന്നില്ല ലാവാമേനൊക്കെ ഇനി ഇങ്ങോട്ട് വരുന്ന്. ലാവാമേൻ തന്നെ. അപ്പൊ ഇനി ലാവാമേനെ നമ്മുടെ സിറ്റി നശിപ്പിക്കാൻ പോവാണ്. അതെ, നീ സൂക്ഷിച്ചിരുന്നോട്ടോ. ഓക്കെ, ഞാൻ സൂക്ഷിച്ചിരിക്കാം. പണി പാലം വള്ളത്തിൽ കിട്ടി. ഇനി എന്താണാവോ സംഭവിക്കുക? നമുക്കൊരു പിടിയുമില്ല ഗൈസ്. എന്താവുന്ന ഒരു പിടിയില്ല. ഇനി നമുക്ക് ആരെ വീട്ടിൽ പോയിട്ടില്ലേ? നമുക്കിരുന്ന് ഇനി TV കാണാം. TV-യിൽ ഇനി എന്താ സംഭവിക്കാന്നാവോ? വേഗം കയറി പിള്ളേരെ. ഒരു മിനിറ്റ് അണ്ണാ. ഗൈസ്, നമുക്ക് ആരെ പോവാൻ? ലെറ്റ്സ്. അതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനലും കൂടി അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എന്നാലേ നമുക്ക് മോട്ടിവേഷൻ കിട്ടുള്ളൂ. ആ വെനത്തിനും വരെയൊക്കെ കൊല്ലണ മോട്ടിവേഷൻ നാളെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ചെയ്യുക. ഗായ്സ്, ശരിക്കും ഇന്നൊരു റോബ്ലോക്സിൻ്റെ വീഡിയോ ആണ് ഇടേണ്ടത്. പക്ഷേ ആ റോബ്ലോക്സിൻ്റെ വീഡിയോയിൽ എഡിറ്റിങ്ങിൽ ചെറിയ തെറ്റ് പറ്റി. അതുകൊണ്ടാണ് ഇപ്പോൾ
ഇതിൻ്റെ ഇന്ത്യൻ ടെസ്റ്റ് ആട്ടോൻ്റെ വീഡിയോ ഉണ്ട്. അപ്പം എല്ലാവരും അതിന് സഹകരിക്കുക. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ പോയിട്ട് നമുക്ക് ടി വി കാണാം. എന്താ സംഭവിക്കാന്നൊരു പിടിയില്ല. അപ്പം എന്തായാലും നേരെ പോയിട്ട് ടി വി ലാഭമേൻ വന്നിട്ട് ആക്രമിക്കുകയാണ്. ഇതിനെ പോലീസുകാരൊക്കെ കൊല്ലുന്നുണ്ട്. സിറ്റിയിലത്തെ ആൾക്കാരെ മൊത്തം കൊല്ലുന്നുണ്ട്. ഇനി എന്താ സംഭവിക്കാന്നൊരു പിടിയുമില്ല. ഈ സിറ്റി എത്രയും പെട്ടെന്ന് നശിക്കാൻ പോവാണ് ഈ ലാവാമേൻ ഇനിയും നിന്ന. അപ്പോൾ എല്ലാവരും ജാഗ്രത പുലർത്തുക. പിന്നെ ഒരു കാര്യം, ഈ സിറ്റിയിലത്തെ ആളുകൾ മൊത്തം വേഗം രക്ഷപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ അവരുടെ മരണമാവും സാധ്യതയാവുക. എല്ലാവരും അല്ലെങ്കിൽ തീർച്ചയായും മരിക്കുക. ഞാൻ ഇതോടെ വാർത്ത നിർത്തുന്നു. ഇനി ഇനിയിപ്പോൾ എന്താ കാട്ടുക? ആ മറ്റേ എന്താ ന്യൂസിൽ കണ്ടതാണ് സിറ്റി മൊത്തം നശിപ്പിക്കേണ്ടതല്ലേ? അതും ശരിയാ. പക്ഷേ ഇനി ആകെ ഒറ്റൊരു വഴിയുള്ളൂ. എന്താണ് വഴി? അത് നമ്മൾ ഹെൽപ്പ് ചോദിക്കുക. എന്തിനാ ഹെൽപ്പ് ചോദിക്കുക? തോറിനെ ഞാൻ കാണണം. എന്നിട്ട് തോറിൻ്റെ സൂട്ടൊക്കെ ഇടണം. എന്ത് തോറിൻ്റെ സൂട്ട് ഉണ്ടെന്നാ? ഇനി അതല്ല, വേറെ ഒരു വഴിയില്ല. നമ്മളെ തോറിൻ്റെ നമ്പർ ഉണ്ട് എൻ്റെ കയ്യിൽ. തോറിനെ ഒന്ന് വിളിച്ചോട്ടെ. ഹലോ തോറെ, പെട്ടെന്ന് കണ്ടത് ഒരു ഫൈറ്റിലാണ്. എന്ത് ഫൈറ്റ്? ലോസ് ആൻഡോസില് എന്താണ് ലാവാമേ വന്നിരുന്നു. ഞങ്ങളുടെ സിറ്റിയിൽ ലാവാമേ വന്നിരുന്നു. എന്താ കാര്യം പറ. നീ ഞങ്ങളുടെ സിറ്റിക്ക് വരുമോ? ഈ ഫൈറ്റ് ആയിട്ട് വരാം. എന്നിട്ട് നിന്റെ സൂട്ടുകാരായിട്ടല്ലേ? ഗൈസ്, എന്തായാലും ലാവാമേ ഇങ്ങോട്ട് വരും എന്നാ പറഞ്ഞു. അപ്പം നമുക്ക് ലാവാമേ വരാല്ല, ഈ ഓം വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങോട്ട് ലാവ ഫുള്ള് ആൾക്കാർ ആക്രമിച്ചവിടെ ലാവ വരും. അതാ പ്രശ്നം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ എന്തായാലും തോറ് വന്നിട്ടുണ്ട് കേട്ടോ. തോറ ഇനി എന്താണ് കാട്ട്? ജേക്ക് ഇനി ആകെ ഒറ്റൊരു വഴിയുള്ളൂ. എൻ്റെ സൂട്ട് നിനക്ക് തരിക. ആ ഒരു വഴി മാത്രമേ ഉള്ളൂ ഇനി. എന്നിട്ട് നീ നേരെ പോയി ഫൈറ്റ് ചെയ്യാം. ആരോട്? ലാവാമേനോട്. അതിന് ആകെ ഒരു വഴിയുള്ളൂ. അതിന് ലാവാമേൻ എവിടെയെന്നറിയോ? ഒന്നും പറയണ്ട. നിനക്ക് ആ സൂട്ട് തരും. നീ ലാവാമേനെ കൊല്ലും. എത്ര റിസ്ക് എടുത്താലും നീ ലാവാമേനെ കൊല്ലണം. അങ്ങനെ എന്താണ് തോറുണ്ട്. പക്ഷെ തോറിൻ്റെ കയ്യിൽ ഒരു സൂട്ടും കൂടി ഉണ്ടായിരുന്നു. അത് നമുക്ക് വന്നു. നീ വരണ്ട. നീ വന്ന ആകെ പ്രശ്നമാവും. നീ മരണപ്പെടും. ഇവിടെ വലിയ രീതിയിലുള്ള ഫൈറ്റാണ് നടക്കാൻ പോണത്. അപ്പോൾ നമുക്ക് എന്താണ് നേരെ പോവാ. ഗായ്സ്, അപ്പോൾ നമ്മൾ എത്ര വട്ടം ഇത് പറയാന്നറിയില്ല. ലാവാമേനോട് ജയിക്കണമെങ്കിൽ നിങ്ങളുടെ ലൈക്കും സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ലൈക്ക് അങ്ങോട്ട് ചെയ്തേക്കാം. പിന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും ജയിക്കാൻ പറ്റും. ഓക്കെ ഗൈസ്. അല്ല, ലാവാമേ ഇവിടെ എവിടെയോ ഉള്ള മാതിരിയാണല്ലോ പറഞ്ഞിരുന്നത്. അയ്യോ പണി. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എവിടെയോ ലാവാമേൻ ഉണ്ട് എന്നാ തോന്നുന്നു. ഗൈസ്, ലാവാമേൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ലാവാമേൻ വരണ വരെ വെയിറ്റ് അങ്ങോട്ട് ചെയ്തേക്കാം ഗൈസ്. വെയിറ്റ് എ മിനിറ്റ് ഗൈസ്. ലാവാമേൻ വന്നു കേട്ടോ ഗൈസ്. ജേക്കെ നിന്നെ ഞാൻ കൊന്നുകളയും. എന്നെ കൊന്നുകളയും തനിക്ക് പറ്റൂലടോ. ഞാൻ നിന്റെ നമ്മള് ഇനി ലാവാമേനുള്ള ഫൈറ്റാണ് ഗൈസ്. ഇനി നോട്ടക്കാൻ പോണ്. ഗൈസ്, നമ്മുടെ മേത്തേക്ക് ലാവാമേൻ പവർ കിട്ടും. ഗൈസ്, ആ ലാവാമേനെ നമ്മുടെ അടുത്തേക്ക് വരിപ്പിക്കാൻ പാടില്ല. നീ മര്യാദക്ക് താഴ്ത്തിക്ക് ഇറങ്ങടാ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നാണ്. ഞാൻ ഇറങ്ങിയില്ലെങ്കിലോ
നിനക്കപ്പോൾ പേടിയല്ലേ? പേടിയോ? എനിക്ക് പോരാൻ. ഗായ്സ് നമ്മുടെ ഹെൽത്ത് കുറച്ചധികം അങ്ങോട്ട് പോയി ഗായ്സ്. എന്താണ് അറിയാൻ മറ്റേ ലാവാമേന് നമ്മുടെ അടുത്തേക്ക് വന്നു, അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് പോയി. നിന്നെ ഞാൻ കൊന്നു കളയിടാം ഗായ്സ്. എന്തായാലും ഇപ്പോൾ പ്രത്യേക തന്ന വെപ്പുണ്ട് ഗൈസ്, തോറ് തന്ന ആ വെപ്പണായിട്ട് നമ്മൾ ലാവമ്മേനെ ഷൂട്ട് ചെയ്യുന്നതല്ല അത്. ഇന്നാ പിടിച്ചോ. അയ്യോ പിന്നെ പവർ വിട്ടു ഗൈസ്. ഇനി മെയിൻ പവർ. ഇനി ലാവമ്മേൻ തട്ടിപ്പോവും. നീ എന്നെ കൊന്ന ഇനി ഞാനായിട്ട് വേറെ ആളുകൾ തിരിച്ചു വരും, മനസ്സിലായോടാ കള്ള ജാക്കിൻ്റെ മോനെ. പക്ഷെ നിന്നെ ഞാൻ കൊന്നാളെ. എന്നാ പിടിച്ചോ. ചാവില്ല എടാ, നീ ചാത്തില്ല. ഞാൻ ഒറ്റൊരു വഴിയുള്ളൂ, അത് എന്നാ പിടിച്ചോ. നമ്മൾ കുറേ വട്ടം അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലാവമേ കൊന്നു ഗൈസ്. നമ്മളെ പിന്നെ ഒരു പവറും കൂടി വിട്ടിട്ടാണ് ഇന്നെ കൊന്നു. ലാവമേൻ പക്ഷെ പോയി. പക്ഷെ ഇനി ലാവമേൻ തിരിച്ചു വരും. ലാവമേനല്ല, ലാവമേൻ്റെ പിള്ളേരായിട്ട്. പക്ഷെ ലാവമേൻ ഇനി വരികയാണെങ്കിൽ ലാവമേൻ്റെ പവർ എടുത്തിട്ട് ലാവ എടുത്തിട്ടാവും. അപ്പോൾ ഗൈസ് നമ്മൾ പറ്റുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടാവുകയാണെങ്കിൽ അതിടും, അങ്ങനത്തെ ഒരു വീഡിയോ ഇടും. അപ്പോൾ അപ്പം നിങ്ങളെന്തായാലും കാണണം. നിങ്ങളെ ലൈക്കും സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ജയിച്ച്. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരിക്കും വരുന്നവരെല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ ഗുഡ് ബൈ ഗൈസ്.